ഹോർമുസ് കടലിൽ അമേരിക്കയുടെ എണ്ണക്കപ്പലിനെ ഇറാൻ സൈനികർ വെടിവെച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നേർക്കുനേരെ ഒരു അക്രമ രീതിയിലേക്ക് ഇറാൻ പ്രവേശിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് എന്നതും ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക സ്ഥിരീകരിച്ചു. വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കപ്പൽ സുരക്ഷിതമായിട്ടുണ്ട്. കംനായുടെ പ്രസ്താവനയോടനുബന്ധിച്ച് വൈകാരികമായിരിക്കുന്ന ചില ഇടപെടലുകൾ ഇറാൻ്റെ സൈന്യം നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ USSന്റെ MS ഫോൾ എന്ന നാവിക യുദ്ധക്കപ്പൽ എസ്കോർട്ട് വന്നുകൊണ്ട് കപ്പലിനെ സുരക്ഷിതമാക്കി എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനികർ, സേനാ മേധാവി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. എന്തോ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഏറെക്കുറെ വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിൻ്റെ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇറാൻ്റെ സൈനികർ അമേരിക്കയുടെ ഫ്ലാഗുള്ള എണ്ണക്കപ്പലിനെ തടഞ്ഞ് നിർത്താൻ ശ്രമിച്ചു. ഈ ഭാഗങ്ങളിൽ ഈ കടൽ അടച്ചതായിരിക്കുന്ന ഇറാൻ്റെ പ്രസ്താവനയെ ധിക്കരിച്ചു കൊണ്ടാണ് കപ്പൽ വന്നത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. കപ്പൽ തീർച്ചയായിട്ടും അവരുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏതൊരു കപ്പലും ആ മേഖലയിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് അത് യുദ്ധക്കുറ്റമായിട്ട് കണ്ടുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു. ആ മേഖലയിലൂടെ, അതായത് ഈ പറയപ്പെട്ട കപ്പൽ അടക്കപ്പെട്ടു എന്ന് പറയുന്ന മേഖലയുടെ തീരം ചേർന്നുകൊണ്ട്, അല്ലെ ഓരം ചേർന്നുകൊണ്ടാണ് കപ്പൽ പോയത് എന്നുള്ളതാണ്. 8 ബോട്ടുകൾ വളഞ്ഞുകൊണ്ട് ഈ കപ്പൽ നിർത്താൻ ആവശ്യപ്പെടുകയും ഇത് പരിശോധിക്കണം എന്ന് പറയുകയും ചെയ്തു. ഈ മേഖലയിലൂടെ എന്ത് കാരണത്താലാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഇറാൻ്റെ നാവികർ അമേരിക്കയുടെ നാവികരോട് ചോദിക്കപ്പെട്ടു. അമേരിക്കയുടെ കപ്പലിൽ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കപ്പെട്ടു എന്നാണ് ജീവനക്കാരായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവരതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകി എന്ന് പറയുന്നു. എന്നാൽ ചിലർ മാത്രമേ മറുപടി നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഈ കപ്പലിന് വേഗത കൂട്ടി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ സൈനികരും വേഗത കൂട്ടിയോടനുബന്ധിച്ച് കപ്പലിലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ മറ്റ് നാവിക കപ്പലിൻ്റെ സഹായം തേടുകയും കപ്പൽ അവിടെ എത്തിയതോടനുബന്ധിച്ച് ഇവരെ സുരക്ഷിതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇറാൻ്റെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനികർ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇറാനും പുറത്തുവിട്ടിട്ടില്ല, അമേരിക്കയും പുറത്തുവിട്ടില്ല. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലും സുരക്ഷിതമല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ വായിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ഹോർമുസ് കടലിൻ്റെ ഏകദേശം 30 കിലോമീറ്റർ ദൂര ഭാഗങ്ങളിലൂടെയാണ് ലോകത്താകമാനമുള്ള 20% എണ്ണക്കപ്പലും യാത്ര ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഈ മേഖലയുടെ ഒരു ഭാഗമാണ് ഇറാൻ അടച്ചത്. അത് സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് തങ്ങൾ അടച്ചത് എന്ന് പറയുകയും സൈനികാഭ്യാസം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഏകദേശം മൊത്തത്തിൽ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 8 സേനാ താവളങ്ങളിൽ ഏറെക്കുറെ 40,000 അമേരിക്കയുടെ സൈനികർ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 10ഓളം യുദ്ധക്കപ്പലുകൾ വ്യത്യസ്ത മേഖലയിൽ, അതായത് അറേബ്യൻ കടലിലും മെഡിറ്ററേനിയൻ കടൽ, ഈ ഹോർമുസ് കടലിൻ്റെ മറ്റൊരു ഭാഗം, അതായത് ഒമാൻ കടലിനോട് ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് മറ്റൊരു കപ്പൽ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കപ്പലുകൾ വ്യത്യസ്ത മേഖലകളിലൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ നിലയുറപ്പിച്ചിട്ട് പോലും അതിനെ യാതൊരു രീതിയിലും ഭയപ്പെടാതെയാണ് ഇറാന് അമേരിക്കയുടെ പതാക പതിച്ച കപ്പൽ തടയാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ കപ്പൽ എവിടെ നിന്നാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അറേബ്യൻ തീരത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലാണ് എന്ന് സംശയിക്കുന്നു. എണ്ണയുമായിട്ട് പോകുന്ന സമയത്ത് അന്താരാഷ്ട്ര പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ കുറുക്കുവയിലൂടെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിയിൽ പോകുന്ന സമയത്താണ് നിർത്താൻ വേണ്ടി പറഞ്ഞത് എന്ന തരത്തിലേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പുറത്ത് വന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിലെ പല കപ്പൽ കമ്പനികളും ഈ മേഖലയിലുള്ള യാത്ര നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം സുരക്ഷിതമല്ല എന്നുള്ളത് കാര്യം ബോധ്യമായിരിക്കുന്നു. എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് രീതിയിലുള്ള സഹായങ്ങളും സുരക്ഷിതത്വം നൽകുമെന്ന് അമേരിക്കയുടെ സൈനികർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. പക്ഷേ അതിലൊരു വിശ്വാസക്കുറവുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ
ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിരിക്കുന്ന പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വന്നിരുന്നു. പക്ഷേ ആ മേഖല കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരുന്ന എല്ലാ കപ്പലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹൂത്തികൾ ചെയ്ത സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിലൊക്കെ പല പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ കൂട്ടി വായിക്കാൻ പറ്റുന്ന ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഹൂത്തികൾ എന്ന് പറയുന്നത് യമനിലെ ഒരു സൈനിക ട്രൂപ്പ് മാത്രമാണ്, രാജ്യത്തിലെ സൈനികർ പോലുമല്ല. ഒരു സായുധ വിഭാഗത്തിൻ്റെ മുൻപിൽ പോലും അടിയറവ് പറയേണ്ടി വന്ന അമേരിക്ക രാജ്യമായിരിക്കുന്ന ഇറാൻ്റെ സൈനികർക്ക് മുമ്പിൽ സുരക്ഷിതത്വം നൽകും എന്ന് പറയുന്നത് വെറുതെ മണ്ടത്തരം എന്നല്ലാതെ അതിനൊരു യാഥാർത്ഥ്യതയില്ല. അത്തരം പ്രവൃത്തി ചെയ്യാനൊന്നും അമേരിക്കക്ക് സാധിക്കുകയില്ല എന്ന് ഇതിനു മുൻപ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ കൂടെ പരാമർശിച്ചുകൊണ്ട് റഷ്യയുടെ ചില പത്രങ്ങളിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ പതാക പതിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റഷ്യ പതാക എന്ന് പറയുന്നില്ല, റഷ്യയുടെ പതാകയുടെ ചിത്രം കപ്പലിൻ്റെ ചില ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ റഷ്യയുടെ കപ്പൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പലാണെന്ന് തെളിഞ്ഞിട്ട് പോലും അമേരിക്ക ആ കപ്പൽ വിട്ടുകൊടുത്തിട്ടില്ല. അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. ഇറാൻ റഷ്യ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ റഷ്യയുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ വെനിസുലയെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണക്കേടും ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ റഷ്യക്കും ചൈനക്കും ഉണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് റഷ്യക്കും ചൈനക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയെ പോലെ തന്നെ റഷ്യ വിശ്വസിക്കപ്പെടുന്ന നൂറുകണക്കിന് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവരുടെ ഘടകകക്ഷികളായിട്ടോ അല്ലെങ്കിൽ പിന്തുണ നൽകുന്നവരായിട്ടോ അതങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു അമേരിക്കയുടെ നയങ്ങളും നിലപാടും കൃത്യമായ രീതിയിൽ ചോർത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കാതിരുന്നത് അവരുടെ പോരായ്മ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിനൊരു കാരണം പറയുന്നത്, ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചു. ഇസ്രായേൽ തീരുമാനിച്ച സമയത്ത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ചോർന്നു. ആ ചോർന്നത് തുർക്കിക്ക് കിട്ടി. തുർക്കി നേരെ അത് ഖത്തറിനോട് പറഞ്ഞു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനോ മരണങ്ങളിൽ നിന്ന് ഈ ഖത്തറിനെ രക്ഷിക്കാനും വളരെ എളുപ്പത്തിൽ ഇറാഖിന് സാധിച്ചത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുർക്കിക്ക് പോലും സാധിച്ചത് എന്തുകൊണ്ട് റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ മേഖല ഒരു യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യമായി ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന സർവ്വ കടൽ മേഖലയും, അതിൽ ഹോർമൂസ് കടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ നമ്മൾ പറഞ്ഞു ഇത്രയും കപ്പലുകളൊക്കെ പോകുന്ന സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ചിലവ് കൂടും. ആ നേർക്കുനേരെ വരാൻ പറ്റാത്ത രീതിയിൽ വരുന്ന സമയത്ത് പിന്നീട് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി വരേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ ഇതിന് സാമ്പത്തിക ചെലവ് കൂടും. ഇൻഷുറൻസിൻ്റെ സംഖ്യയും കൂടും. ചിലവ് മൊത്തത്തിൽ കൂടുന്ന സമയത്ത് പിന്നെ പെട്രോളിയത്തിൻ്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കക്കും അത് വർദ്ധിപ്പിക്കാതെ മറ്റൊരു നിർവൃതിയില്ലാത്തൊരു സ്ഥിതി വരും. ഈ ഒരു സാഹചര്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം നടത്തുക എന്നുള്ള ഇപ്പോഴും അമേരിക്ക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഔദ്യോഗികമായിരിക്കും ഒരു തീരുമാനമെടുക്കുകയോ എന്തായാലും യുദ്ധം ഉണ്ടാവും എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പകരം പറഞ്ഞത് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഈ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പ്രോത്സാഹനങ്ങൾ നൽകും, കൂടുതൽ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഒമാനിൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ മൂന്നാം ഘട്ടം, 2 ഘട്ടം ഇപ്പോൾ കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്ക് വീണ്ടും ഒമാനിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാന്യമായ രീതിയിൽ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? അവരുടെ ഈ ഉപരോധം പിൻവലിക്കണം. ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രൂപം നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അമേരിക്ക തയ്യാറായിട്ടില്ല. തങ്ങളത് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. പക്ഷേ ഉപരോധം പിൻവലിക്കുക എന്ന് പറയുന്ന സമയത്ത് പിന്നീട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ഇറാൻ ഉണ്ടാകും എന്ന് അമേരിക്ക സംശയിക്കുന്നു. അങ്ങനെ ആ സമയത്ത് സൈനികപരമായ രീതിയിലും ആന്തരികവും ബാഹ്യവുമായ രീതിയിലൊക്കെ വലിയ ഉയർച്ചയ്ക്ക് ഇറാനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വലിയ ശക്തിയോടുകൂടി വീണ്ടും ഈ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ ഇറാൻ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു.
ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നിലവിൽ അതിന് സമ്മതിക്കാത്തത് എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി ഏറെക്കുറെ ചെങ്കടലിന് സമാനമായിരിക്കുന്ന രീതിയിലേക്ക് ഹോർമുസ് കടലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും സുരക്ഷിതമില്ല, ഇവിടെയും സുരക്ഷിതമില്ല. ആ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ മേഖല മാറിയിരിക്കുന്നു. ഇവിടെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആയുധങ്ങളും സംവിധാനങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് തങ്ങൾ പ്രാധാന്യമായ രീതിയിൽ കാണുന്നത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഹോർമുസ് കടലിൻ്റെ മേഖല കടുത്ത രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഏത് നിമിഷവും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈനികർ കാവലിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.